ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു തമിഴ് ചാനൽ എനിക്കുണ്ട്. സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. തുടങ്ങിയത് പണ്ടാണ്, പക്ഷേ അതിൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ചാനലുണ്ട്. അപ്പോൾ അതിൽ തമിഴിൽ എനിക്ക് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഹിന്ദിയിലും ഞാൻ ഇങ്ങനെ ഷോർട്സൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ തമിഴിൽ ഒരു ചാനലുള്ളതിൽ വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇന്ന് ഫുൾ വ്ളോഗ് തമിഴിലാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് ഇവിടെ ഇടണത്. പിന്നെ ഇന്ന് രാവിലെ നേരത്തെ എണീറ്റു. ഇങ്ങനെ വ്ളോഗ് എടുക്കണോണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് നേരത്തെ എണീറ്റിട്ട് കുറച്ച് നേരം വെയിറ്റൊക്കെ നോക്കിയിട്ട് താഴെ പോയി ചായ ഇട്ടുകൊണ്ട് വന്നു. അപ്പോൾ അതിങ്ങനെ ഞാൻ പറയുവാണ് എന്തൊക്കെയോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോയി ചായ ഇട്ടുകൊണ്ട് വന്നിട്ട് ചായ കുടിച്ചിട്ട് യോഗ ചെയ്തു. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വെയിറ്റ്, 92.1. ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കണം ഇന്ന് രാത്രിയാണ്. രാത്രി ഇപ്പോൾ ഉറങ്ങാനുള്ള സമയമായില്ല, എന്നാലും ഒരു 9 മണിയൊക്കെ ആയി. അപ്പോൾ ഇനി 3-4 ദിവസത്തേക്ക് എക്സസൈസ് ഒന്നും ചെയ്യില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്ന് ലുലു മോളിൽ പോകണം. അപ്പോൾ ചിലപ്പോൾ വെയിറ്റ് ഒന്ന് കൂടാൻ സാധ്യതയുണ്ട് കുറച്ചുകൂടി. എന്നിട്ടായിരിക്കും വെയിറ്റ് ലോസും യോഗയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ചിലപ്പോൾ ഞാൻ യോഗ ക്ലാസ്സിന് പോയി ചേരും, ഉറപ്പില്ല. എൻ്റെ കൈയിൻ്റെ കുഴ എനിക്ക് വെയിറ്റ് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കമന്ന് നിന്നിട്ടുള്ള ഒരുപാട് ഇത് യോഗയിൽ വരുമല്ലോ, എക്സസൈസിൽ വരുന്ന പോലെ യോഗയിലും വരും. അപ്പോൾ അത് ചെയ്യാൻ പറ്റണമെങ്കിൽ എനിക്ക് കൈയിൻ്റെ കുഴ ശരിയാവണം. അപ്പോൾ അത് ചെറിയൊരു പെയിൻ ഉള്ളതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, ഇനി നോക്കണം. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിന് പോകാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും നോക്കണം, വെയിറ്റ് ലോസ് എന്തെങ്കിലും നോക്കണം. അങ്ങനെ ഞാൻ ചായ ഇട്ടുകൊണ്ട് വന്നു. ചായ കുടിച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് പ്രാണായാമം ചെയ്തു. സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നു, ഇല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചേനെ. സ്നാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. എന്നിട്ട് ഞാൻ ചായ കുടിച്ചിട്ട് ഞാനൊരു 10 മിനിറ്റാണ് പ്രാണായാമം ചെയ്തത്. പ്രാണായാമം എന്ന് പറയുമ്പോൾ യോഗയുടെ ബേസിക് ആയിട്ടുള്ള ഒരിതാണ്, നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ബ്രീത്തിങ് എക്സസൈസാണ്, തുടക്കക്കാർക്കൊക്കെ നല്ലതാണ്. അതാകുമ്പോൾ അത് പക്ഷേ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കറിയില്ല വലിയ ഇതായിട്ട്. പക്ഷേ എന്നാലും നമുക്കതൊരു അത്യാവശ്യം ഹെൽപ്ഫുള്ളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ ഞാൻ ചായ കുടിച്ച് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ യോഗ ചെയ്തത്. ഇത് ഞാൻ ആക്ച്വലി യോഗ ചെയ്തതല്ല. യോഗ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് ഇതിൽ ഇടണമല്ലോ എന്ന് കരുതി ജസ്റ്റ് കട്ടിലിൻ്റെ സൈഡിൽ വെച്ചിട്ടൊന്ന് ഷൂട്ട് ചെയ്തതാണ്. അതത്ര ശരിയായില്ല. പിന്നെ ഞാൻ വിചാരിച്ച അത് മതി, ഇനി ആരും നമുക്ക് ഷൂട്ട് ചെയ്ത് തരാനൊന്നും അങ്ങനെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ഇട്ടു എന്നേ ഉള്ളൂ. പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സൊക്കെ ചെറുതായിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാൻ കണക്കാക്കി ഒന്ന് സെറ്റ് എടുത്തതിന് ശേഷം കുറച്ചൊന്ന് അപ്ലോഡൊക്കെ പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല ക്ഷീണം വന്നു. കാരണം ഞാൻ ഇത്ര നേരത്തെ എഴുന്നേൽക്കാറില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം ഉറങ്ങി എണീറ്റിട്ടാണ് അടുത്ത് കാപ്പി കുടിക്കാനൊക്കെ പോയത്. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ ബ്രദർ സഹായിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിയല്ല, ദോശയും സാമ്പാറും വെള്ളച്ചമ്മന്തിയും പിന്നെ ഒരു കട്ടൻ ചായയും ഇത് കഴിച്ചിട്ട് ടപ്പേന്ന് എനിക്ക് അടുത്ത ജോലി ഉണ്ടായിരുന്നു. കാരണം ഉച്ചയ്ക്കുള്ള ഡ്യൂട്ടി അത് കഴിഞ്ഞിട്ടുള്ള മിക്ക ജോലി ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. 2 ദിവസം ഞാനും 1 ദിവസം ചേച്ചി, അങ്ങനെയാണ്. ബ്രദറിൻ്റെ ദിവസം കൂടി ഞാൻ ചെയ്യുന്നതാണ്. അതാണ് എനിക്ക് 2 ദിവസം വന്നത്. എനിക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിയൽ, മീൻ പൊരിച്ചത്, മീൻ കറി വെച്ചത്, ഇതൊക്കെയാണ്. പുഴമീനാണിത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കറി എന്ന് പറയുന്നത്. അവിയൽ വേഗം വെച്ചതാണിത്. സാമ്പാർ വെച്ച പാത്രത്തിൽ വെച്ചതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കണം. സാമ്പാർ രാവിലെ ഉണ്ടാക്കിയ കുക്കറിൽ. അപ്പോൾ എന്നിട്ട് മീനൊക്കെ പൊരിക്കാൻ വെച്ചു. എല്ലാം ടപേന്ന് എപ്പോഴും പറ്റാറില്ല, എന്നാലും മാക്സിമം അടുക്കള ജോലി പെട്ടെന്ന് തീർക്കാൻ നോക്കും. കാരണം അടുക്കള ജോലിയാണ് സത്യം പറഞ്ഞാൽ. അടുക്കള എന്ന് പറയുന്നത് ഒരു എൻജോയ് ചെയ്തില്ലെങ്കിൽ അതൊരു ലൂപ്പ് പോലെയാണ്. കാരണം അതിനകത്ത് പെട്ടുപോകും. അത്ര ജോലിയാണ്. എത്ര ചെയ്താലും നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്, അടുക്കള ജോലി അതുപോലെ തന്നെയാണ്. എത്ര ചെയ്താലും അത് തീരില്ല. എല്ലാ ദിവസവും അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഞാൻ വീട്ടിൽ അമ്മയെ സഹായിച്ച് കൊടുക്കണോണ്ട് എനിക്കത് മനസ്സിലായതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്
നമ്മൾ പെട്ടെന്ന് സ്പീഡിന് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് തീരെ അടുക്കള ജോലി അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു ജോലി പഠിക്കണത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പഠിച്ചേ പറ്റുള്ളൂ. അതല്ലാതെ ഒരു ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഇഷ്ടമില്ലാതെ ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പാട്ട് കേട്ടുകൊണ്ട് ചെയ്താൽ ചിലപ്പോൾ അതൊന്ന് മാറി കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഈ ജോലിയെല്ലാം ചെയ്തിട്ട് പിന്നെ ക്ലീനിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ കുറച്ച് പാട്ടൊക്കെ ഇട്ടിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കറിയേയില്ല, നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്തു പോവും. നമ്മളതങ്ങ് കംപ്ലീറ്റ് ചെയ്ത് വരികയും ചെയ്യും. നമുക്ക് ആ എഫേർട്ട് അറിയത്തുമില്ല, ഭയങ്കര ഈസി ആയിട്ട് അതങ്ങ് ചെയ്തു പോവും. ഞാൻ എപ്പോഴും പാട്ട് കേൾക്കുന്ന ആളൊന്നും അല്ല, പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും പിന്നെ അല്ലാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ പാട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനൊന്ന് ഈസി ആക്കണ. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് വലിയ എഫേർട്ട് ഇന്ന് ഇല്ലായിരുന്നു അടുക്കള ജോലിയിൽ, അതുകൊണ്ട് ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ആക്ച്വലി ഒരു LDC എക്സാം ഉണ്ട് 2027. പക്ഷേ എൻ്റെ കയ്യിൽ റാങ്ക് ഫയൽ അതിന് കണക്കാക്കിയിട്ടുള്ള ഇല്ല, ഡിഗ്രി ലെവലിൻ്റെ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ ഒരെണ്ണം LDCയുടെ വാങ്ങിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു പ്ലാൻ ബിയോ സിയോ ഒക്കെ പോലെയാണ് PSCയെ കാണുന്നത്. അതായത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അതൊന്നും സക്സസ് ആയില്ലെങ്കിൽ, ഇപ്പോൾ ന്യൂട്രീഷനിസ്റ്റ് കോഴ്സ് ഉണ്ട്, ഞാൻ ഇനി ചിലപ്പോൾ അതുമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങും. പിന്നെ യൂട്യൂബ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അത് എനിക്കറിയില്ല. അങ്ങനെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ PSCയും കൂടെ പഠിക്കുന്നു എന്നേ ഉള്ളൂ. സക്സസ് ആകട്ടെ എന്നുള്ള ഒരു ഇതിൽ. പിന്നെ ഇത് മീനിൻ്റെ തലയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ മീനിൻ്റെ തലകളൊക്കെ കഴിക്കാൻ. പിന്നെ ഞാൻ മഴ കാരണം ചെളിയായൊക്കെ കിടപ്പുണ്ട്, എന്നിട്ട് ഞാൻ പോയി ഒന്ന് റോസയൊക്കെ കാണിച്ചതാണ്. ആ തമിഴ് ചാനലിൽ ഞാൻ അധികം വീഡിയോസ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് എന്ത് എടുത്താലും നമുക്കത് പുതിയതുപോലെ തോന്നും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെടിയൊക്കെ ഒന്ന് കാണിച്ചിട്ട്, അവിടെ ഒരുപാട് തുളസി കാട് പോലെ വളർന്ന് നിൽപ്പുണ്ട്. അത് ഞാൻ ഒന്ന് കാണിച്ചതാണ്. അത് ഇങ്ങനെ താനെ വളരുന്നത് നല്ലതാണെന്ന് പറയും, പക്ഷേ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് വെട്ടാൻ പറ്റുന്നില്ല, അതും കൂടെ ഇങ്ങനെ പൊടിച്ച് വരും അതിൻ്റെ കൂടെ. അപ്പോൾ അതൊരു ചെറിയ ബുദ്ധിമുട്ടാണ്. ഈ ഇഴജന്തുക്കളുടെയൊക്കെ ശല്യം, അങ്ങനെ ഒരു വയലൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ പേടിയുണ്ട്. എന്നാലും പിന്നെ ഇതിന് മാറ്റിയിട്ട് വേണം തുളസി ഒന്ന് ഇതിങ്ങനെ വാടിയൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നമുക്ക് പറിച്ച് കൊടുത്താലും മതി. എന്നിട്ട് വേണം ഇനി അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് വെള്ളം ഇല്ലായിരുന്നു ഉച്ചയ്ക്ക് ശേഷം, ഇനി നാളെയും ഇല്ല എന്നാണ് പറയണത്. അപ്പോൾ പറ്റുന്നത് ഒരു പൈപ്പിൽ ചെറുതായിട്ട് വന്നുകൊണ്ടിരുന്നതിന് ഒന്ന് പിടിച്ചു വെച്ചിട്ടുണ്ട് വെള്ളം. പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. ഇന്നലെ ഞാൻ ജോഗ്രഫിയാണ് പഠിച്ചത്. ആക്ച്വലി ജോഗ്രഫി പഠിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് പഠിക്കാൻ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാം. അങ്ങനെ എനിക്കിഷ്ടമുള്ളൊരു സബ്ജക്റ്റ് എടുത്ത് ഞാൻ ബയോളജി എടുത്താണ് പഠിച്ചത്. അപ്പോൾ വൈകുന്നേരം കുറേ സമയം പഠിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കങ്ങനെ റീൽസ് അങ്ങനെ അതിനോടൊന്നും ഭയങ്കരമായ ഇൻട്രസ്റ്റ് ഇല്ല. യൂട്യൂബിൽ ഷോർട്സും പിന്നെ യൂട്യൂബിലെ വീഡിയോസൊക്കെ ഞാൻ ഇരുന്ന് കാണാറുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള റീൽസ്, ഫേസ്ബുക്ക് അങ്ങനെയൊന്നും ഭയങ്കര ഇൻട്രസ്റ്റഡ് അല്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് സമയം അങ്ങനെ പോവില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അടുക്കള ജോലിയും പിന്നെ കുറച്ച് ഉറക്കവും പിന്നെ എൻ്റെ ഇഷ്ടങ്ങളിങ്ങനെ ചെയ്യുമ്പോഴും ഒക്കെ കുറച്ച് സമയം പോകണുണ്ട്. പിന്നെ ഇത് എൻ്റെ പ്രയോറിറ്റിയിൽ അല്ല. PSC എന്ന് പറയണത് സത്യം പറഞ്ഞാൽ എൻ്റെ പ്രയോറിറ്റി അല്ല. ഒരു നിവർത്തിയില്ലെങ്കിൽ പോവാം എന്നുള്ള ഒരു ഇതിൽ മാത്രമാണ് ഞാൻ പഠിക്കുന്നത്. കാരണം ഞാൻ അത്യാവശ്യം നല്ല മാർക്കോട് കൂടി പഠിച്ചു വന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചായ്വ് കാണുമല്ലോ, ഗവൺമെൻറ് ജോലിയോടൊരു ചായ്വ് ഉണ്ടാവും. എത്രയെന്ന് പറഞ്ഞാലും അങ്ങ് ആ സൈഡിലോട്ടൊരിതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതും കൂടെ ഒരു ഓപ്ഷനാക്കി വെച്ചേക്കണം. പിന്നെ എൻ്റെ ബ്രദറൊക്കെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗവൺമെൻറ് ജോലി ആയിരിക്കും സാധ്യത, കുറച്ചുകൂടി ചെയ്യാൻ നല്ലത് ഇങ്ങനെയുള്ള യൂട്യൂബ് അങ്ങനെയുള്ളതിനേക്കാളും എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട് ഉള്ളിൽ, ഇതൊന്നും സക്സസ് ആയില്ലെങ്കിൽ ഞാനൊരു ബിഗ് സീറോ ആയി പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ PSCയും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ ഞാൻ 1 മാസം 2 മാസം പഠിക്കും, പിന്നെയും ഞാനത് നിർത്തും.
പിന്നെയും പഠിക്കും, അങ്ങനെയാണ്. അല്ലാതെ കണ്ടിന്യൂസ് ഞാൻ ഇതുവരെ പഠിക്കുകയോ ഒരു എക്സാമിന് വേണ്ടി ഭയങ്കര ഇൻറ്റൻസിറ്റിയോടുകൂടി പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്കൊന്ന് നോക്കണമെന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ജോലി വാങ്ങിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സൊക്കെ എടുത്ത് വെച്ച് പഠിക്കാമല്ലോ. ലീവ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സൊക്കെ പഠിച്ചിട്ട് വേണമെങ്കിൽ ഇതിലോട്ട് ജോയിൻ ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ഞാൻ നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സയൻസാണ് ഇന്ന് പഠിച്ചത്, അതാണ് ഞാൻ കാണിക്കുന്നത്. അത് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ്. ഞാൻ എപ്പോഴും മിക്കവാറും യൂസ് ചെയ്യുന്നത് ലക്ഷ്യയുടെ തന്നെ റാങ്ക് ഫയലായിരിക്കും. കുറച്ച് ഡീറ്റെയിൽസ് കൂടുതലുണ്ടെങ്കിലും എല്ലാ ഡീറ്റെയിൽസും അത് ഇൻക്ലൂഡഡ് ആണെന്ന് തോന്നാറുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ബ്രദർ അവൻ ഇതുപോലെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അവൻ ഇപ്പോഴത്തെ ഉടനെയുള്ള എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവന് ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് വീഡിയോ ആക്കി ചെയ്തു തരാം. അവന് ജോലി കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അങ്ങനെ ഇതിന് പിന്നെ പഠിച്ചിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് ഞാനും ചേച്ചിയുടെ മോളും കൂടെ മേളിൽ പോയി കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ. കൊച്ചുകുട്ടിയാണ്, 6 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഈ മുകളിൽ പോകണ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നല്ലൊരു വൈബാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് കുറേ നേരം എൻജോയ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പഠിക്കാമെന്ന് കരുതി താഴെ വന്നു. പക്ഷെ പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടങ്ങ് മുഴുകി. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ഇപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ ദോശ ചുട്ടിട്ട് വീടിൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജയ്ക്ക് അമ്മയൊക്കെ പോയേക്കുവാണ്. അപ്പോൾ അമ്മയും ചേട്ടനും ഞാനും ചേച്ചിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ദോശയൊക്കെ ഞാൻ ചുട്ട് ഒരു മുട്ടയൊക്കെ പൊരിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ വന്നിട്ടുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് ഷോർട്സ് പോലെ എങ്ങാനും അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്തേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഞാൻ വോയിസ് ഓവർ കൊടുത്തത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എങ്കിൽ പറയണം. കാരണം ഞാൻ അതിൽ കുറേ റെസിപ്പീസൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, തമിഴിലും ഹിന്ദിയിലും ഒക്കെ. അപ്പോൾ അതിന് ഇതിലോട്ട് വോയിസ് ഓവർ ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. കാരണം വോയിസ് ഓവർ ചെയ്യാണ്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നോക്കാം ഞാൻ. അല്ലെങ്കിൽ അത് റിയൽ പോലെ അത് അങ്ങനെ തന്നെ എഡിറ്റ് ചെയ്യാണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പീസ് എന്തെങ്കിലും വേണമെങ്കിലും പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ദോശയും മുട്ട പൊരിച്ച് പിന്നെ കുറച്ച് മീൻ കറിയും ഒക്കെ ഇട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.